നിനക്ക് ഇപ്പോഴും പേടിയുണ്ട്. ആ വിഷമം നിന്നെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. നിനക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നമ്മൾ തനിയെ ഇരിക്കുന്ന ചില നേരങ്ങളില്ലേ, ആ സമയം അങ്ങ് ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. ഉടനെ ഫോൺ എടുത്ത് നോക്കും, പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും. സത്യത്തിൽ നമ്മൾ ആ നിശബ്ദതയെ പേടിക്കുകയല്ല, മറിച്ച് ഉള്ളിലെ ചിന്തകളെയാണ് പേടിക്കുന്നത്. തനിച്ചിരിക്കുമ്പോൾ ആ നിശബ്ദത നമ്മളോട് ചില സത്യങ്ങൾ വിളിച്ചു പറയും, നമ്മൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ. നിനക്ക് ഇപ്പോഴും പേടിയുണ്ട്. ആ വിഷമം നിന്നെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. നിനക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഈ ശബ്ദങ്ങൾ പുറത്താരും കേൾക്കില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് നല്ല വ്യക്തമായി മുഴങ്ങും. അതുകൊണ്ടാണ് തനിച്ചിരിക്കാൻ നമുക്കിത്ര പേടി. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഈ നിശബ്ദതയുമായി ഒന്ന് പൊരുത്തപ്പെടണം. അവിടെ നിന്ന് ഒളിച്ചോടാതെ ശാന്തമായി അതൊന്ന് കേട്ടു നോക്കണം. കാരണം അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ബലഹീനതകൾ മാത്രമല്ല, നമ്മുടെ യഥാർത്ഥ കരുത്ത് കൂടിയാണ്. തനിയെ നിൽക്കാൻ പഠിച്ച ഒരു മനസ്സിന് ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റും. ഇതൊരു ഒറ്റപ്പെടലല്ല, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നിമിഷമാണ്. ഇതും നമ്മുടെ തന്നെ ജീവിതമാണ്, നമ്മുടെ മാത്രം സത്യവും.